തെക്കുകിഴക്കൻ ഏഷ്യയുടെ ഭൂരിഭാഗവും തദ്ദേശീയമായി കാണപ്പെടുന്ന നാരക വംശത്തിൽപ്പെട്ട ഒരുതരം നാരങ്ങയാണ് കമ്പിളി നാരങ്ങ. മതോളി നാരങ്ങ, ബബ്ലൂസ് നാരങ്ങ, അല്ലി നാരങ്ങ, കുബൂസ് നാരങ്ങ എന്നൊക്കെ ഇന്ത്യയുടെ പല പ്രാദേശിക സ്ഥലങ്ങളിലും അറിയപ്പെടുന്ന ഈ നാരങ്ങയുടെ ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് നിഘണ്ടു പ്രകാരമുള്ള പദമാണ് പോമേലോ. ഈ പദത്തിന്റെ ഉൽപ്പത്തി ഇന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഡച്ച് പോമ്പൽമോയ്കളിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാവാം ഇത്. പൊമേലോ ചെടിയുടെ സവിശേഷത, വളപ്രയോഗം, കീടങ്ങളും രോഗങ്ങളും, പുനരുൽപാദനം എന്നിവയൊക്കെയാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വിവരങ്ങൾ വിശദമായി അറിയാൻ വീഡിയോ മുഴുവനായും കാണുക. കൂടാതെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും ലൈക്കായോ കമന്റായോ രേഖപ്പെടുത്തുക. ഒപ്പം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ചെടികളെക്കുറിച്ചുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾ തുടർന്ന് ലഭിക്കുന്നതിന് ഈ പേജ് ഫോളോ ചെയ്യുക. ഇതിന്റെ ബൊട്ടാണിക്കൽ നാമം സിട്രസ് മാക്സിമ എന്നാണ്. അതുകൊണ്ട് ഇംഗ്ലീഷിൽ ഏറ്റവും വലിയ സിട്രസ് എന്നാണ് പൊമേലോ എന്ന വാക്കിനർത്ഥം. അതുകൂടാതെ ഇംഗ്ലീഷിൽ ചില നേരിയ വ്യത്യാസത്തിൽ പല പദങ്ങളായും ഉച്ചരിക്കപ്പെടുന്നു. എങ്കിലും കൂടുതലായി അറിയപ്പെടുന്നത് പൊമേലോ എന്നാണ്. ഇത് ചരിത്രപരമായി മുന്തിരിപ്പഴത്തിന് ഉപയോഗിച്ചിരുന്ന പദമാണ്. അതിന്റെ വിശദാംശങ്ങൾ തുടർന്നു വരുന്ന ഭാഗങ്ങളിൽ പറയുന്നതാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ക്യാപ്റ്റൻ ഫിലിപ്പ് ഷെഡോക്ക് 1640കളുടെ അവസാനത്തിൽ ബാർബഡോസ് ദ്വീപ് സന്ദർശിച്ചപ്പോൾ ഇത് അദ്ദേഹം അവിടെ പരിചയപ്പെടുത്തി. അതുകൊണ്ട് അവിടങ്ങളിൽ ഇംഗ്ലീഷിൽ ഈ പഴത്തെ ഷെഡോക്ക് എന്നാണ് വിളിക്കുന്നത്. 1696 അവിടെ നിന്ന് ഈ പേര് ജമൈക്കയിലേക്ക് വ്യാപിച്ചു. ദക്ഷിണേഷ്യയിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്നവർ ഈ പഴത്തെ ജംബോള എന്നും വിളിച്ചു കാണപ്പെടുന്നുണ്ട്. റൂട്ടേസി കുടുംബത്തിൽപ്പെട്ട പൊമേലോ മുന്തിരിപ്പഴത്തിന്റെ പ്രധാന പൂർവികരാണ്. അത് തെക്കിഴക്കൻ ഏഷ്യയിൽ നിന്നുള്ള പ്രകൃതിദത്തമായ ഹൈബ്രിഡ് അല്ലാത്ത സിട്രസ് പഴമാണ്. എന്നാൽ ഇന്ന് നാം കാണുന്ന സിട്രസ് പഴം നട്ടു വളർത്തിയ സിട്രസ് പഴങ്ങൾ ഹൈബ്രിഡൈസ് ചെയ്ത ഇനങ്ങളാണ്. അത് ഏതാണ്ട് 60 ഇനങ്ങളോളം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. മറ്റുള്ളവ സിട്രോൺ, മന്ദാരിൻ, ഒരു പരിധിവരെ പപ്പേഡ, കുംകാട്ട് എന്നിവയാണ്. സാധാരണ മുന്തിരി ഓറഞ്ച് പൊമേലയ്ക്കും മാൻഡറിനും ഇടയിൽ ഉണ്ടാകാവുന്ന സ്വാഭാവിക സങ്കര ഇനമാണെന്നും കരുതുന്നു. അത് ഓറഞ്ചിനെ കുറിച്ച് ചെയ്ത ഞങ്ങളുടെ വീഡിയോയിൽ എടുത്തു പറയുന്നുണ്ട്. എന്നാൽ ഈ അനുമാനം തിരുത്തി 2 നൂറ്റാണ്ടുകൾക്ക് ശേഷം നടത്തിയ ജീൻ വിശകലനത്തിൽ കണ്ടെത്തിയത് മുന്തിരി പൊമേലോയ്ക്കും മധുരമുള്ള ഓറഞ്ചിനും ഇടയിലുള്ള ഒരു ബാക്ക് റോസ്റ്റ് ഹൈബ്രിഡ് ആണെന്നാണ്. അതുകൊണ്ട് തന്നെ മുന്തിരിപ്പഴത്തിന്റെ 63% ജനിതകവും പൊമേലിയുടെയാണ്. ദക്ഷിണേഷ്യയിലുടനീളം പൊമേലയുടെ ഭൗതികവും രാസപരവുമായ സവിശേഷതകൾ വ്യാപകമായി വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഏകദേശം 100 BC-യിൽ ഇത് ചൈനയിൽ അവതരിച്ചിരിക്കാം എന്നാണ് കരുതുന്നത്. ഇതിന്റെ മരം 5 മീറ്റർ മുതൽ 15 മീറ്റർ വരെ ഉയരത്തിൽ വൃത്താകൃതിയിലുള്ള മേലാപ്പിലാണ് വളർന്നു കാണപ്പെടുന്നത്. അതിൽ നിന്ന് താഴ്ന്ന് തൂങ്ങിക്കിടക്കുന്ന ക്രമരഹിതമായ ശാഖകളുമുണ്ട്. ഇതിന്റെ ഇലകൾ വലുതും തിളക്കമുള്ളതും കടും പച്ച നിറത്തിൽ ചിറകുള്ള ഇലഞ്ഞെട്ടോടുകൂടി വളർന്നു കാണപ്പെടുന്നതാണ്. ഈ ഇലകൾ അണ്ഡാകാരമോ ദീർഘവൃത്താകൃതിയിലോ ആണ് കാണപ്പെടുന്നത്. 5 മുതൽ 20 സെന്റിമീറ്റർ നീളവും മുകൾ ഭാഗം തുകൽ പോലെ രോമങ്ങൾ നിറഞ്ഞതുമാണ്. ഈ ചെടിയിൽ പൂക്കൾ ഒറ്റയോ കൂട്ടമായോ സുഗന്ധമുള്ള മഞ്ഞയോ വെള്ളയോ നിറത്തിൽ വളർന്നു കാണപ്പെടുന്നു. പൂവിട്ട് 5 മുതൽ 6 മാസത്തിനുള്ളിലാണ് പഴങ്ങൾ മൂപ്പെത്തുന്നത്. ഇതിന്റെ പഴങ്ങൾ വലുതാണ്. 15 മുതൽ 25 സെന്റിമീറ്റർ വരെ വ്യാസവും 1 മുതൽ 2 കിലോഗ്രാം വരെ ഭാരവും ഉള്ളതാണ്. ഇതിന്റെ പുറന്തൊലി കട്ടിയുള്ളതും സ്പോഞ്ച് പോലെയുമാണ്. ഇത് മൂപ്പെത്തുമ്പോൾ പച്ച നിറത്തിൽ നിന്നും ഇനമനുസരിച്ച് ചുവപ്പോ മഞ്ഞയോ ആയി തീരുന്നു. ഇതിന്റെ പഴത്തിന്റെ സ്വാദ് വൈവിധ്യത്തെ ആശ്രയിച്ച് നേരിയ മുന്തിരിപ്പഴം പോലെയാണ്. അത് ഇളം പച്ചയോ മഞ്ഞയോ പിങ്ക് നിറമോ ഒക്കെയാണ്. ഇതിന്റെ ഉൾവശം എളുപ്പത്തിൽ വേർതിരിച്ചെടുക്കാൻ കഴിയുന്ന അല്ലികളാണ്. നല്ല രുചിയും മധുരവുമുള്ള ഈ പഴത്തിന് മറ്റു സിട്രസ് പഴങ്ങളെ അപേക്ഷിച്ച് അസിഡിറ്റി കുറവാണ്. ഇതിന്റെ ഭക്ഷ്യ ഔഷധ ഉപയോഗം തുടർന്നു വരുന്ന എപ്പിസോഡിൽ വിശദമായി പറയുന്നതാണ്. ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ വളരുന്ന ഒരു ചെടിയാണിത്. 25 ഡിഗ്രി സെന്റിഗ്രേഡ് മുതൽ 30 ഡിഗ്രി സെന്റിഗ്രേഡ് വരെ താപനിലയുള്ള ചൂടുള്ള അന്തരീക്ഷം ഇതിന് അത്യാവശ്യമാണ്. മണൽ കലർന്ന പശ്ചിമരാശിയുള്ള മണ്ണാണ് ഇത് ഇഷ്ടപ്പെടുന്നതെങ്കിലും നല്ല നീർവാർച്ചയുള്ള ഏതുതരം മണ്ണിലും ഇത് വളരുന്നു. ഇതിന് ആവശ്യമായ pH ചെറുതായി അസിഡിറ്റി മുതൽ ന്യൂട്രൽ വരെയാണ്. അതായത് 5.5 മുതൽ 7 വരെ. പതിവായി നനവ് ഇതിന് പ്രധാനമാണ്, പ്രത്യേകിച്ച് വരണ്ട കാലാവസ്ഥയിൽ. ഇതൊക്കെ പറയുമ്പോഴും അമിതമായ നനവ് റൂട്ട് ചീയലിനിടയാക്കുന്ന ഒരു സസ്യം കൂടിയാണിത്. ഇതിന്റെ ഒപ്റ്റിമൽ വളർച്ചയ്ക്കും ഫലോൽപാദനത്തിനും പൂർണ്ണ സൂര്യപ്രകാശം അത്യാവശ്യമാണ്. പൊമേലോ ചെടിയുടെ ആരോഗ്യകരമായ വളർച്ചയ്ക്കും നല്ല രീതിയിലുള്ള ഫലോൽപാദനത്തിനും വളപ്രയോഗം നല്ലതാണ്. 10ന്റെയോ 15ന്റെയോ തുല്യ അനുപാതത്തിലുള്ള NPK പോലുള്ള നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം മിക്സായ സമീകൃത വളം ഉപയോഗിക്കുക. അതുകൂടാതെ പ്രത്യേക സിട്രസ് വളങ്ങളും മാർക്കറ്റിൽ ലഭ്യമാണ്. അതിൽ സിട്രസ് ചെടികൾക്ക് ആവശ്യമായ സൂക്ഷ്മ പോഷകങ്ങളും അടങ്ങിയിട്ടുണ്ട്. ഇതിന് മഗ്നീഷ്യം, സിങ്ക്, ഇരുമ്പ് തുടങ്ങിയ മൈക്രോ ന്യൂട്രിയന്റുകൾ ആവശ്യമാണ്. അതുള്ള സിട്രസ് വളങ്ങൾ ലഭ്യമല്ലെങ്കിൽ പ്രത്യേക മൈക്രോ ന്യൂട്രിയന്റുകൾ ഈ ചെടിയിൽ സ്പ്രേ ചെയ്യാം. വളരുന്ന സീസണിൽ, അതായത്
വസന്തകാലം മുതൽ വേനൽക്കാലം വരെ 6-8 ആഴ്ചയിലൊരിക്കൽ വളം നൽകാം. മരത്തിന് ഏകദേശം 110 ഗ്രാം മുതൽ 225 ഗ്രാം വരെ സമീകൃത വളം നൽകുക. മരത്തിന്റെ വളർച്ച അനുസരിച്ച് അത് ക്രമേണ വർദ്ധിപ്പിക്കുക. മുതിർന്ന മരങ്ങൾക്ക്, അതായത് 4 വർഷത്തിൽ കൂടുതൽ പ്രായമായത്, വർഷത്തിൽ 3 തവണ വളം നൽകാം. വസന്തത്തിന്റെ തുടക്കത്തിലും അതിന്റെ അവസാനത്തിലും, തുടർന്നു വരുന്ന വേനൽക്കാലത്തിന്റെ അവസാനത്തിലും. 450 ഗ്രാം മുതൽ 680 ഗ്രാം വരെ സമീകൃത വളം നൽകാം. വളം നൽകുമ്പോൾ മരത്തിന്റെ ഡ്രിപ്പ് ലൈനിനു ചുറ്റും തുല്യമായി വിതറുക. ഇത് വേരുകൾ ഏറ്റവും സജീവമായ മേലാപ്പിന് കീഴിലുള്ള പ്രദേശമാണെന്ന് ഉറപ്പുവരുത്തുക. വളം നൽകുമ്പോൾ വേരുകളും തണ്ടുകളുമായുള്ള നേരിട്ടുള്ള സമ്പർക്കം ഒഴിവാക്കുക. വളം നൽകിയതിനു ശേഷം ചെടി നന്നായി നനയ്ക്കുക. അതോടൊപ്പം മണ്ണിലെ ഈർപ്പം സ്ഥിരമായി നിലനിർത്തുക, പ്രത്യേകിച്ച് വളരുന്ന സീസണിൽ. പോഷകങ്ങൾ ആഗിരണം ചെയ്യാൻ ഇത് സഹായിക്കും. ജൈവവളമാണ് നൽകുന്നതെങ്കിൽ കമ്പോസ്റ്റോ അഴുകിയ ജൈവവസ്തുക്കളോ നൽകാം. പോഷക കുറവുകളെ കുറിച്ചറിയാൻ ചെടിയെ പതിവായി നിരീക്ഷിക്കുക. നൈട്രജന്റെ കുറവ് ഇതിന്റെ പ്രായമായ ഇലകളിൽ മഞ്ഞ നിറം, വളർച്ചാ മുരടിപ്പ് എന്നിവയാണ്. അതിന് നൈട്രജൻ അടങ്ങിയ വളമോ ജൈവവസ്തുക്കളോ നൽകുക. ഇരുമ്പിന്റെ കുറവ് ഇലകളുടെ സിരകളിൽ കാണുന്ന മഞ്ഞ നിറമാണ്. ഇരുമ്പിന്റെ ചെലേറ്റുകൾ അല്ലെങ്കിൽ ഇരുമ്പടങ്ങിയ സ്പ്രേ ഇലകളിൽ തളിക്കുക. മഗ്നീഷ്യത്തിന്റെ കുറവ് വളർച്ചയെത്തിയ ഇലകളുടെ സിരകൾക്കിടയിൽ മഞ്ഞ നിറം കാണുക, അടിഭാഗം പച്ച വി ആകൃതിയിൽ കാണുക എന്നിവയൊക്കെയാണ്. മഗ്നീഷ്യം സൾഫേറ്റ് മണ്ണിലോ ഇലകളിലോ സ്പ്രേ ചെയ്യാം. സിങ്കിന്റെ കുറവ് മങ്ങിയ ചെറിയ ഇലകളാണ്. അതിന് നിങ്ങൾക്ക് സിങ്ക് സൾഫേറ്റോ അല്ലെങ്കിൽ സിങ്ക് അടങ്ങിയ ദ്രാവകമോ ഇലയിൽ സ്പ്രേ ചെയ്യാം. നേർപ്പിച്ച വളം ലായനി ഉപയോഗിച്ച് ഇലകളിൽ സ്പ്രേ ചെയ്യുന്നത് പോഷകങ്ങളുടെ അപര്യാപ്തത വേഗത്തിൽ പരിഹരിക്കുന്നതിനും മൈക്രോ ന്യൂട്രിയന്റുകൾ നൽകുന്നതിനുമുള്ള ഫലപ്രദമായ ഒരു മാർഗമാണ്. ഈ മാർഗങ്ങൾ പാലിക്കുന്നതിലൂടെ നിങ്ങളുടെ പൊമേലോ ചെടിക്ക് ശരിയായ സമയത്ത് ശരിയായ പോഷകങ്ങൾ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ കഴിയും. അത് നല്ല ആരോഗ്യകരമായ വളർച്ചയ്ക്കും സമൃദ്ധമായ ഫലോൽപാദനത്തിനും നല്ല ഗുണം ചെയ്യും. പൊമേലോ ചെടിയെ ബാധിക്കുന്ന രോഗങ്ങളും കീടങ്ങളും ഇവയാണ്: മുഞ്ഞ, സിട്രസ് ലീഫ് മിനറൽ, സിട്രസ് റെഡ് കാഷ്, സ്കെയിൽ പ്രാണികൾ, വെള്ളീച്ച, സിട്രസ് കാങ്കർ, ഫൈറ്റോഫ്തോറ റൂട്ട് ചീയൽ, സിട്രസ് ഗ്രീനിക്സ്, സിട്രസ് ബ്ലാക്ക് സ്പോട്ട്. ഇവയുടെ നിയന്ത്രണവും പരിപാലനവും വിശദമായി അറിയാൻ ഐവി പാരഡൈസിന്റെ വെബ്സൈറ്റിലെ പ്ലാന്റിംഗ് ആൻഡ് കെയർ പേജ് സന്ദർശിക്കാം. വിത്ത് മുളപ്പിച്ചും എയർ ലെയറിങ്ങിലൂടെയും ഗ്രാഫ്റ്റ് ചെയ്തുമാണ് പുതിയ ചെടികൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ഉൽപാദന പ്രക്രിയയുടെ വിശദവിവരങ്ങൾ അറിയാൻ ഐവി പാരഡൈസിന്റെ വെബ്സൈറ്റിലെ ഡിഫറൻറ്റ് പ്രൊപ്പഗേഷൻ മെത്തേഡ് എന്ന പേജ് സന്ദർശിക്കുകയോ പ്ലാന്റിംഗ് ആൻഡ് കെയർ എക്സിക്യൂട്ടീവുമായി വാട്സപ്പിൽ ബന്ധപ്പെടുകയോ ചെയ്യാം. ഈ പേജുകളുടെ ലിങ്കും പ്ലാന്റിംഗ് ആൻഡ് കെയർ എക്സിക്യൂട്ടീവിന്റെ നമ്പറും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് അറിയുന്നതും അറിയാത്തതുമായ ധാരാളം സവിശേഷതകൾ വിശദമായ പഠനത്തിന് ശേഷം ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. ഓരോ ചെടിയുടെയും മണ്ണിന്റെ ഘടനയും pH ലെവലും പറയുന്നുണ്ട്. അത് നിങ്ങളുടെ മണ്ണിന്റെ pH ലെവലുമായി താരതമ്യം ചെയ്ത് ഞങ്ങൾ പറയുന്ന വളപ്രയോഗത്തിന്റെ അളവിലും ക്രമത്തിലും ഓരോ പ്രാദേശിക സ്ഥലത്തെ കാലാവസ്ഥയും മണ്ണിന്റെ ഘടനയും അനുസരിച്ച് വ്യത്യാസങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ടാവാം. അതിന് ഐവി പാരഡൈസിന്റെ പ്ലാന്റിംഗ് ആൻഡ് കെയർ എക്സിക്യൂട്ടീവുമായി ബന്ധപ്പെടുകയോ നിങ്ങളുടെ നാട്ടിലുള്ള പരമ്പരാഗത കൃഷിമാർഗ്ഗങ്ങൾ അവിടെയുള്ള പരമ്പരാഗത കൃഷിക്കാരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ച് ചെയ്യുകയോ ചെയ്യാം. അതിലുപരി പരമാവധി പ്ലാന്റുകൾ കണ്ടെത്തി അത് നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാനും ശ്രമിക്കുന്നു. അപൂർവങ്ങളായ ധാരാളം ചെടികൾ ഐവി പാരഡൈസിന്റെ ഷോപ്പിംഗ് സൈറ്റിൽ ലഭ്യമാണ്. അവ സൈറ്റിൽ നിന്നോ ഈ വീഡിയോയിൽ പറയുന്ന വാട്സപ്പിൽ ബന്ധപ്പെട്ടോ വാങ്ങാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും നിർദ്ദേശങ്ങളും ലൈക്കായോ കമന്റായോ രേഖപ്പെടുത്തുക. ഒപ്പം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ചെടികളെക്കുറിച്ചുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾ തുടർന്നു ലഭിക്കുന്നതിന് ഈ പേജ് ഫോളോ ചെയ്യുക.